എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പോകുന്നത് ശ്രീനഗർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഞാനിന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഞാനിന്ന് ഡൽഹി വരെ പോകുന്നത്. 11:37 കണ്ണൂരിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നത്. ട്രെയിൻ ഇപ്പോൾ ഓൺ ടൈമാണ്. ഇതിന് സ്ലീപ്പർ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് സ്ലീപ്പർ കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളിന്ന് പോകുന്നത് ജനറലാണ്. ജനറലിന് ശേഷം 361 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. കണ്ണൂരിൽ നിന്ന് ഡൽഹി വരാം. നമ്മുടെ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമുക്കപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകാം. ഇത് തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. ഈ ഫസ്റ്റ് കാണുന്ന എൻട്രൻസിൽ ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. ട്രെയിൻ വന്നില്ല. ട്രെയിൻ വരാൻ 11:48 ആവും. കണ്ണൂർ സ്റ്റേഷൻ്റെ വൃത്തിയുണ്ടോ ഗൈസ്? എന്താണ് വൃത്തി നോക്ക്. പ്ലാറ്റ്ഫോം ആയാലും റെയിൽവേ ട്രാക്ക് ആയാലും ഒരു വേസ്റ്റ് ഒന്നുമില്ല. നല്ല അടിപൊളിയാണ്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് പഴനിയേക്ക് പോകാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ട്രെയിനല്ല, കണക്റ്റഡ് ട്രെയിനാണ്. ഫസ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. ഡയറക്റ്റ് ട്രെയിനല്ല. കണ്ണൂരുകാർക്ക് പഴനി മധുരയിൽ പോകാൻ പറ്റുന്ന ഒരു ട്രെയിനും കൂടിയാണിത്. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. 12:15 ട്രെയിൻ എത്തുമെന്ന് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഏതായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനുള്ള 22:633 ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ നിന്നും നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണിത്. 22:633 തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് ജനറലൊന്നും പിന്നെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് സീറ്റും കാര്യങ്ങളും തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ ജനറലിൻ്റെ അവസ്ഥയാണ്. പിന്നെ തിരക്കും കാര്യങ്ങളും തന്നെ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി പോകാൻ തന്നെ പറ്റുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ടോയ്ലറ്റിലായാലും എവിടെയായാലും നല്ല വൃത്തിയുണ്ട്. സ്പേസ് ആയാലും അത്യാവശ്യം നല്ല വൃത്തിയിലൊരു ട്രെയിൻ തന്നെയാണിത്. നമുക്കൊന്ന് ടോയ്ലറ്റ് കണ്ടിട്ട് വരാം. ടോയ്ലറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണിത്. ഞാനിപ്പോൾ ട്രെയിനിലാണുള്ളത്. ഞാനിപ്പോൾ ഏകദേശം ഗോവ കഴിഞ്ഞു, കൊങ്കൺ കഴിഞ്ഞു. ജനറലാണ്. 2 മണിക്കൂർ വൈകിട്ട് നമ്മളിപ്പം കാർവാർ എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂറാണ് ട്രെയിൻ ഇപ്പോൾ ഡിലേ ഉള്ളത്. ഇതാണ് കാർവാർ സ്റ്റേഷൻ. നമ്മളിപ്പോൾ പൻവേൽ കഴിഞ്ഞിരിക്കുകയാണ്. പൻവേലാണ് മഹാരാഷ്ട്ര. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ട്രെയിൻ യാത്ര തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ട്രെയിനിൽ. നമ്മൾ കമ്പനിക്കാരിൽ കിട്ടിയിട്ടുണ്ട്. മലപ്പുറത്ത് കമ്പനി. ഇപ്പോൾ മലപ്പുറം, ഇതെല്ലാം മലപ്പുറത്തെ ടീമാണ്. സെറ്റ് ടീമാണ്. വൈബാണ്. ജനറലാണ് വൈബ് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്കിപ്പം ട്രെയിനിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഒരു പിസ്സയാണ് ഓർഡർ ചെയ്തത്. നമുക്ക് പിസ്സ നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പിസ്സ. കഴിച്ചിട്ട് നോക്കാം അങ്ങനെയുണ്ട് നോക്കട്ടെ. പിസ്സ കുഴപ്പമില്ല ഗൈസ്, പക്ഷെ കുഴപ്പമില്ല. ട്രെയിനിൻ്റെ ഫുഡിനെക്കാട്ടി എന്തുകൊണ്ട് ബെറ്ററാണ് പിസ്സ. ട്രെയിനിൽ നിന്ന് അടിച്ചുപൊളി വൈബാണ് ഗൈസ്. നോക്കൂ ഗൈസ്, അടിപൊളി വൈബാണ്. അതിൽ വേസ്റ്റ് അത്രയും കൂട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്. അയാൾ എന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. എന്നാൽ അയാൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ 3 മണിക്കൂർ ട്രെയിൻ ഡിലേ ആയി. ഇപ്പോൾ ഏകദേശം 39 മണിക്കൂറുണ്ട് കണ്ണൂരിൽ നിന്ന് നിസാമുദ്ദീൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. ഇപ്പം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ന്യൂഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഊബറിലാണ് പോകുന്നത്. അവിടെ ടാക്സിയിൽ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. എല്ലാവരും അതുകൊണ്ട് ഊബർ എടുത്ത് വരാൻ ശ്രദ്ധിക്കുക. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇപ്പുറം തന്നെയാണ് നമ്മളെ ഒരു മലയാളിയെ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. നമ്മൾ അവിടെ തന്നെ പോയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അങ്ങോട്ടേക്ക് പോകേണ്ട വഴി. ഇതാണ് കറക്റ്റ്. ഇതാണ് കേരള ഹോട്ടൽ. അത്യാവശ്യം രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇതാണ് നമ്മളെ കേരള ഹോട്ടൽ. ഇവിടുത്തെ തെരുവ് നായ്ക്കലും മഞ്ഞിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ഡ്രസ്സ് പോലെ. ഇതാണ് നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എടുത്ത റൂമാണ്. 700 രൂപയാണ് ഈ റൂമിന്. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. ബാത്റൂം കാര്യങ്ങളും കുഴപ്പമില്ല, നല്ല റൂമാണ്. 700 രൂപയാണ് ഈ റൂമിൻ്റെ വില ഒരു ദിവസത്തേക്ക്.